നമ്മുടെ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചൊരു വിഷയമായിരുന്നു ഹാത്രസിലുണ്ടായ വലിയ ദുരന്തമെന്ന് പറയുന്നത്. 121 സാധാരണക്കാരായ മനുഷ്യരാണ് ഒരാൾ ദൈവത്തിൻ്റെ അടുത്ത് പോയിട്ട് അവസാനം മരണപ്പെട്ടു പോയത്, ആ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ടിട്ട്. ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒന്ന്, മതിയായ ചികിത്സാ സൗകര്യം ഒരുക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്, യോഗി ആദിത്യനാഥിൻ്റെ BJP സർക്കാരിന് കഴിഞ്ഞില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വലിയ ദുരന്തമുണ്ടായിട്ടും അതിന് കാരണക്കാരനായ ഈ ഭോലെ ബാബ എന്ന് പറയുന്ന ഈ ആൾദൈവത്തിനെതിരെ ചെറുവിരൽ പോലും അവർ അനക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം. FIR-ലൊന്നും അയാളുടെ പേര് പോലും ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ പരിപാടിയുടെ സംഘാടകർക്കെതിരെ മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. സ്വാതി ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ വാർത്തയുടെ സമഗ്രമായ വിവരങ്ങളുമായി നമുക്ക് ചോദിച്ചറിയാം എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകതകളെന്ന്. സ്വാതി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സ്വാതി, 121 സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ പോയ ഒരു സംഭവമാണ്. അതിന് ഇടവരുത്തിയ കാരണക്കാരനായ വ്യക്തിക്കെതിരെ, ആൾദൈവത്തിനെതിരെ ഒരു നടപടിയുമില്ല UP-യിൽ. വളരെ സുരക്ഷിതനായി അദ്ദേഹം എവിടെയോ ഒളിവിലിരിക്കുന്നുണ്ട്, ഈ ഭോലെ ബാബ എന്ന് പറയുന്ന ആൾ. FIR-ൽ പേര് പോലുമില്ല. ആകെ ആ പരിപാടി സംഘടിപ്പിച്ചവർക്കെതിരെയാണ് കേസും പേരുമൊക്കെ, അല്ലെങ്കിൽ കേസ് എടുത്തിരിക്കുന്നത്. പൂർണ്ണമായും ഈ ആൾദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണോ ഉത്തർപ്രദേശ് സർക്കാർ? മനു സൂചിപ്പിച്ചത് തന്നെയാണ് പറയാൻ വേണ്ടിയുള്ളത്. ഈ ഹത്രാസിലെ ഈ മതപ്രഭാഷണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ തിക്കിലും തിരക്കിലുംപ്പെട്ട് 121 പേരായിരുന്നു ഇന്നലെ മരിച്ചത്. എന്നാൽ ഇന്ന് ഈ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട കണക്കുകൾ വരുമ്പോൾ അത് 123 ഉയർന്നു എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. അത് ഞാനൊന്ന് സൂചിപ്പിച്ച് പോകുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം 2 പേർ കൂടി മരണപ്പെട്ട സാഹചര്യമുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഭോലെ ബാബയ്ക്കെതിരെ ഇതുവരെയും ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും, FIR-ൽ ആ പേര് മനഃപൂർവ്വം മുക്കിക്കളഞ്ഞു എന്നുള്ള ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. യോഗി ആദിത്യനാഥ് സംഭവസ്ഥലം സന്ദർശിച്ചപ്പോൾ പോലും അദ്ദേഹത്തിനെതിരായ ഒരു ആരോപണം പോലും ഉന്നയിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായില്ല. മറിച്ച് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ സംഭവത്തിൽ വലിയ ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യമാണ് യോഗി ആദിത്യനാഥ് സൂചിപ്പിച്ചു പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ സംഘാടകർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 6 പേരെയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. പ്രധാനപ്പെട്ട സംഘാടകനും ഇപ്പോൾ ഒളിവിലാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഭോലെ ബാബ എവിടെയോ സുരക്ഷിതമായി ഒളിവിൽ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും ഈ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശങ്കാജനകമായ കാര്യം. പ്രത്യേകിച്ചും ഇത്രയും ആളുകൾ മരണപ്പെട്ടിട്ടും ഈ വിഷയത്തെ എത്ര നിസ്സാരമായാണ് ഈ സർക്കാർ, UP സർക്കാർ കാണുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ചും ചികിത്സാ സൗകര്യങ്ങൾ പോലും കാര്യമായി ലഭിക്കാതെയാണ് ഈ മരണത്തിൻ്റെ വ്യാപ്തി കൂടിയിട്ടുള്ളത് എന്ന വിവരങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നിട്ടും ഈ വിഷയത്തിൽ ഒരു ആശങ്ക രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ വലിയ ഒരു കാര്യമായി വിഷയത്തെ എടുക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ മരണസംഖ്യയുമായി ബന്ധപ്പെട്ട് 123 മരണം സംഭവിക്കുമ്പോൾ പോലും ഈ ഭോലെ ബാബയുടെ ബാക്ക്ഗ്രൗണ്ട് സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു ആൾദൈവം, സ്വയം ആൾദൈവമായി ചമഞ്ഞുകൊണ്ട് വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ സ്വാധീനം UP-യിൽ അടക്കമുണ്ട്. വലിയ നേതാക്കളൊക്കെ തന്നെയും ഇദ്ദേഹത്തിൻ്റെ മതപ്രഭാഷണം കേൾക്കാൻ വേണ്ടി എത്തിയിരുന്നു. പക്ഷേ ഈ മരണത്തിൽപ്പെട്ടവരെല്ലാം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ചികിത്സ നിഷേധിച്ച സാഹചര്യം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ UP-യിലെ വിവിധ ഇടങ്ങളിൽ ഇത് സംബന്ധിച്ച് ചികിത്സാ സൗകര്യത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെയും നേരത്തെയും പല സംഭവങ്ങളിലൂടെ വെളിപ്പെട്ട കാര്യം തന്നെയാണ്. കുഞ്ഞുങ്ങളടക്കം ഓക്സിജൻ കിട്ടാതെയൊക്കെ മരിച്ച സംഭവം ഉണ്ടായത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. UP-യിലെ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തെ ആരോഗ്യസ്ഥിതി, അല്ലെങ്കിൽ അവിടുത്തെ ആരോഗ്യ സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഒരിക്കൽ കൂടി നമ്മളോട് പറഞ്ഞു തരികയാണ് ഹാത്രസിലെ ദുരന്തം.